ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു +1 റിവിഷൻ സീരീസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ച കുട്ടികൾക്കെല്ലാം ടഫാക്കിയിട്ടുണ്ടായിരുന്ന ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ +1 മാത്സ് പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പലരെയും ഒരു പക്ഷേ കുഴപ്പിച്ച ഒരു ചോദ്യമായിരിക്കും ഇതെന്ന് പറയുന്നത്. നമുക്കും കണ്ട പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിച്ചിരുന്നു പോകും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആൻസർ ആണ് ഇതിനുള്ളതെന്ന് പറയുന്നത്. നമ്മൾ ഈ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയും സില്ലി കോൺസെപ്റ്റാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ വിചാരിച്ചു പോകും. കാരണം അത്രയും സില്ലി ഒരു കോൺസെപ്റ്റാണ് നമ്മളോട് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് ഇത് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് +1 റിവിഷൻ സീരീസിൻ്റെ പാർട്ട് 1 ആണ്. എല്ലാ സബ്ജക്റ്റും ഇതേപോലെ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. മാത്സ് തുടങ്ങിയിട്ടുള്ള മാത്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ ചാപ്റ്റേഴ്സും, മാത്സ് ഉൾപ്പെടെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ്, അഥവാ NCERT ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രം തന്നെയാണ് A+ സ്കോർ അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് +1 നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ തവണ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. വീണ്ടും ഇത്തവണത്തെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺസ് മിക്ക സബ്ജക്റ്റും മാറിയിട്ടാണ് വന്നത് സയൻസിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഒരു ക്ലൂ തരികയാണ് പബ്ലിക് എക്സാം ടഫ് ആകും എന്നുള്ളത്. അപ്പോൾ ഒരു മുന്നറിയിപ്പായിട്ട് നിങ്ങളിത് കാണാം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് എന്തായാലും വേഗം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളോട് പറഞ്ഞത് എന്താണ്? tan θ 1/2 ആണെന്ന് തന്നിട്ടുണ്ട്. tan φ 1/3 ആണ്. tan φ എന്ന് പറഞ്ഞാൽ എന്താണ്? φ എന്ന് പറഞ്ഞാൽ സെറ്റ്സിലെ ഒരു കോൺസെപ്റ്റാണ്. φ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്റ്റി സെറ്റ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ ഒരു എലമെൻറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് φ എന്നത്. അപ്പോൾ tan φ 1/3 ആണ്, tan θ 1/2 ആണ്. അപ്പം തന്നെ ഏകദേശം മനസ്സിലായി ഇത് ഏതോ വേറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിൽ പോലും ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ദെൻ ഷോ θ + φ = π/4. തീറ്റയും ഫൈയും കൂട്ടിക്കഴിഞ്ഞാൽ π/4 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മളോട് തന്നിട്ടുള്ള ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. tan θ = 1/2 എന്ന് തന്നിട്ടുണ്ട്. tan φ = 1/3 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം θ + φ എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ ടാൻ എന്നും തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം മനസ്സിലാക്കണം, ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷനാണ് tan x + y എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതുപോലെ തന്നെ tan x - y പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ട്രിഗണോമെട്രിയിൽ എല്ലാ ഇക്വേഷൻസും കാണാപാഠമായിരിക്കണം. എന്നാൽ മാത്രമാണ് അതിൽ നിന്ന് വരുന്ന പ്രൂവ് ദാറ്റ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. tan x + y എന്ന് പറഞ്ഞാൽ എന്താണ്? tan x plus tan y divided by 1 - tan x into tan y. ഇതാണ് tan x + yയുടെ ഇക്വേഷൻ. ഇനി നമ്മൾ വാല്യൂസ് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യുക. tan θ + φ = tan θ plus tan φ whole divided by 1 - tan θ into tan φ. ഇവിടെ നമുക്ക് tan θയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1/2. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള വാല്യൂസ് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ tan θയുടെ വാല്യൂ എന്താണ്? 1/2. അത് ഇതിലേക്ക് കൊടുക്കുക. 1/2 പ്ലസ് tan φ എത്രയാണ്? 1/3. അപ്പോൾ അത് കൊടുക്കുക. 1/3 ഹോൾ ഡിവൈഡഡ് ബൈ 1 - tan x tan y എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 into 1/3.
1/2 ഇൻറ്റു 1/3. നമുക്കറിയാം ഇതെന്താ ചെയ്യേണ്ടത്? 1/2 പ്ലസ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1/2 മൈനസ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്യേണ്ടത്. 3 ഇൻറ്റു 1 എത്രയാണ്? 3 പ്ലസ് 2 ഇൻറ്റു 1 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 1 മൈനസ്, നമുക്കറിയാം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് തന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നേരിട്ട് ഓപ്പോസിറ്റുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6. 3 പ്ലസ് 2 പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് ബൈ 6 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/6. എങ്ങനെ ചെയ്യും? ഈ 6നെ ഈ 1ഉമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 6 മൈനസ് 1 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഒരു 6 താഴെയുണ്ട്. നേരിട്ട് വീണ്ടും എഴുതുക. 5/6 ഡിവൈഡഡ് ബൈ 6 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് ബൈ 6. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് 5/6 ഇൻറ്റു മുകളിലേക്ക് പോകുമ്പോൾ 6/5 ആവും. 6ഉം 6ഉം വെട്ടിപ്പോയി, 5ഉം 5ഉം വെട്ടിപ്പോയി, ബാക്കി 1 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ടാൻ തീറ്റ പ്ലസ് 5 എന്ന് പറയണത് 1 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കാണേണ്ടത് തീറ്റ പ്ലസ് 5 ഈസ് ഈക്വൽ ടു π/4. ഇതാണ് നമുക്കിതിൽ പ്രൂവ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യും? നമ്മൾ ഈ ടാനിന് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ തീറ്റ പ്ലസ് 5 ഈക്വൽ ടു ടാനിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ടാൻ 1 വരുന്നത് ഏത് ഡിഗ്രിയിലാണ് എന്ന് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NCERT ടെസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ ഒരു ബോക്സ്. ഈ ബോക്സ് അറിഞ്ഞിരുന്നാൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇവിടെ വരുന്നത്. ഈ ബോക്സ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഇതിനോട് ഉത്തരം ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, ടാൻ എന്ന് പറയുന്നത് 1 വരുന്നത് എപ്പോഴാണെന്ന് നോക്കുക. π/4 വരുന്നത്. π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 45 ഡിഗ്രി എന്ന് നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഉത്തരം കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ പ്ലസ് 5 ടാൻ 45 ആണ് എന്തെന്ന് പറയണത്? 1 എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ തീറ്റ പ്ലസ് 5 ഈക്വൽ ടു π/4 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററും പഠിക്കണം, നമ്മൾ സിമ്പിളായിട്ട് കളയുന്ന ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ പോകണം എന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രത്തോളം കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്സും പഠിച്ചു പോകാം. മാത്സിൻ്റെ കേസ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Thanks for watching. Bye bye.